ഇന്നത്തെ പാഠം ബ്രഹ്മാനന്ദ വല്ലിയിലെ ഏറ്റവും ആദ്യത്തെ ഉപദേശം എന്താണ് എന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശാന്തി മന്ത്രത്തിനെ കുറിച്ച് പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് ഇതിന് ഉപനിഷത്ത് സാര സംഗ്രഹം എന്നാണ് ഈ ഭാഗത്തിന് പറഞ്ഞിരിക്കുന്നത് തന്നെ. ഉപനിഷത്ത് സാര സംഗ്രഹം, എല്ലാ ഉപനിഷത്തിലും കൂടി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്വൈത തത്വമാണ്. ഇവിടെ ഈശ്വര തത്വം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാരാണ്? അത് എന്നിലെ ഞാനാകുന്നു, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ കഥകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും പ്രമാണങ്ങളിലൂടെയും ലക്ഷണങ്ങളിലൂടെയൊക്കെ വിവരിച്ച ഒരു കാര്യത്തിനെയാണ് ഇപ്പോൾ ഇനിയിവിടെ പറയാൻ പോകുന്നത്. ഉപനിഷത്ത് സാര സംഗ്രഹം, എല്ലാം കൂടി ചേർത്ത് സംഗ്രഹം, ചെറുതായിട്ട് പറയാം. അപ്പോൾ അതിനെ നമ്മൾ ഈ കമ്പ്യൂട്ടറിലെ ഫോൾഡറില്ലേ, സിപ്പ് ഫോൾഡർ തുറക്കുന്ന പോലെയാണ്. അത് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ഫോൾഡർ ഉണ്ടാവും. അത് തുറന്നു കഴിഞ്ഞാൽ ഫയലുണ്ടാവും. ഫയൽ തുറക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡാറ്റ മുഴുവനായിട്ട് കിട്ടുന്നുള്ളൂ. അതുപോലെ ഇതിനെങ്ങനെ വിസ്തരിച്ച് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ പറയുന്നത് എന്നുള്ളത്. ഓം ബ്രഹ്മവിദാപ്നോതി പരം തദേശാഭ്യുക്ത സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ യോ വേദ നിഹിതം ഗുഹായാം പരമേ വ്യോമൻ സോസ്നുതേ സർവാൻ കാമാൻ സഹ ബ്രഹ്മണാ വിപശ്ചിതേതി. ഇതുവരെയാണ് ആദ്യത്തെ ഭാഗം പറഞ്ഞിരിക്കുന്നത്. ഓം ബ്രഹ്മവിദാപ്നോതി പരം തദേശാഭ്യുക്ത സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ. ബ്രഹ്മത്തിൻ്റെ 3 ലക്ഷണങ്ങൾ പറഞ്ഞു. സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ. അതിൻ്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞു. ബ്രഹ്മവിദ് ആപ്നോതി പരം. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ഏറ്റവും പരമമായതിനെ നേടിയെടുക്കുന്നു. എന്താണ് ഏറ്റവും പരമമായത്? വേറെ ഉപനിഷത്തുകളിൽ നോക്കിയാൽ ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെ ആയി മാറുന്നു. ഏറ്റവും പരമമായതിനെ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കെല്ലാം കിട്ടി എന്ന് നമുക്കെപ്പോഴാണ് മനസ്സിലാവുക? എനിക്കെല്ലാം കിട്ടിയില്ലെങ്കിൽ ഇനി നേടാനായിട്ട് ഒന്നുമില്ല എന്നെപ്പോഴാണ് മനസ്സിലാവുക? എപ്പോഴാണ് നമ്മളറിയാം? നേടാനായിട്ടൊന്നുമില്ല എന്നറിയണമെങ്കിൽ പൂർണ്ണതയിലെത്തണം. ഇനി ഇതിനപ്പുറം ഒന്നുമില്ല, ഞാനല്ലാത്തതായി മറ്റൊന്നുമില്ല. ഞാനല്ലാത്തതിനല്ലേ നേടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നേടാനൊന്നുമില്ല എന്ന സ്ഥിതി എത്തണമെങ്കിൽ ഞാനല്ലാത്തതായിട്ടൊന്നുമില്ല എന്ന തലത്തിലേക്ക് എത്തണം. അപ്പോഴാണ് എല്ലാം നേടി എന്ന് പറയാം. എല്ലാം നേടുക എന്ന് പറഞ്ഞാൽ വേറൊരു തലവും കൂടിയുണ്ട്. എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ, നമുക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, കാമം ഉണ്ടെങ്കിൽ, നേടാനുള്ള ആഗ്രഹത്തിന് കാമം എന്ന് പറഞ്ഞാൽ ലസ്റ്റ് എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, ഡിസയർ എന്ന അർത്ഥത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾക്ക് മനസ്സിൽ അതിൻ്റെ ഇല്ലായ്മയുടെ ദുഃഖം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ആ ദുഃഖം മാറണമെങ്കിൽ ഇല്ലായ്മകളൊന്നും ഇല്ല എന്ന തലത്തിലേക്ക് എത്തണം. വാക്കുകൾ സൂക്ഷിച്ച് കേട്ടോളൂ. ഇല്ലായ്മകളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമാണ്. ആ തലത്തിലേക്ക് എത്തുമ്പോഴേ എല്ലാം നേടി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി നേടാനായിട്ടൊന്നുമില്ല, കാമങ്ങൾ ഒന്നുമില്ല. കാമങ്ങൾ ഒന്നും ഇല്ലാതാവുന്നത് എപ്പോഴാണ്? അടുത്ത ചോദ്യം അങ്ങനെയാവില്ല. കാമങ്ങൾ ഒന്നും ഇല്ലാതാവുന്നത് എപ്പോഴാണ്? അപ്പോഴാണ് നമ്മൾ കാമം എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ഓർമ്മിക്കേണ്ടി വരുന്നത്. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? കാമങ്ങൾ കർമ്മവാസനകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഉള്ളിൽ കർമ്മവാസനകൾ ഉള്ളിടത്തോളം കാലം അത് കാമങ്ങളായിട്ട് പുറത്തേക്ക് വരും. അത് ചിന്തകളാവും, പ്രവൃത്തിയാവും. അങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കർമ്മവാസനകൾ പൂർണ്ണമായി ഇല്ലാതെയാകുന്നതുവരെ കാമങ്ങളുണ്ടാവും. നമ്മൾ പൂർണ്ണതയിൽ എത്തുന്നില്ല. അപ്പോൾ പൂർണ്ണതയിലെത്താൻ എന്ത് വേണം? കർമ്മവാസനകളെ പൂർണ്ണമായി ഇല്ലാതെയാക്കണം. അപ്പോൾ കർമ്മവാസനകളെ പൂർണ്ണമായി ഇല്ലാതെയാക്കിയ ഒരാൾ നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞു ദുഃഖങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. ദുഃഖങ്ങളില്ലാത്ത അവസ്ഥ, ആത്യന്തികമായ ദുഃഖ നിവൃത്തി, പൂർണ്ണ ആനന്ദം, നിരുപാധിക ആനന്ദം.
അതിന് ആണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മവിദാപ്നോതി പരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മവാസനകളെല്ലാം നശിപ്പിച്ച്, കർമ്മവാസനകൾ എങ്ങനെയാണ് നശിക്കുക? ജ്ഞാനാഗ്നിയിലാണ് കർമ്മവാസനകൾ നശിക്കേണ്ടത്. ബാക്കി എല്ലാ കർമ്മ കോലാഹലങ്ങളും നമുക്ക് പ്രശ്നങ്ങളാണ്. എല്ലാം ചിത്തത്തിനെ ശുദ്ധീകരിക്കാൻ നല്ലതാണ്. ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ ആത്മജ്ഞാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കർമ്മങ്ങളൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. അമ്പലത്തിൽ പോകണം, പൂജകൾ ചെയ്യണം, വഴിപാട് ചെയ്യണം, ആരാധിക്കേണ്ടവർ ആരാധിക്കണം. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. പക്ഷേ നമ്മൾ ആലോചിക്കാനുള്ളത്, ഇതൊക്കെ ചെയ്യുമ്പോഴും പുതിയ കർമ്മവാസനകൾ വരാത്ത വിധത്തിൽ വേണം അത് ചെയ്യാൻ. അതെങ്ങനെ ചെയ്യാം? കർത്തൃത്വ ഭോക്തൃത്വങ്ങളില്ലാതെ, കർമ്മങ്ങളിൽ അഹം ചേരാതെ, അനുഭവങ്ങളിൽ അഹം ചേരാതെ കടന്നു പോവുക എന്നുള്ളതാണ്. യോഗ കർമ്മസു കൗശലം, ഇതാണ് ഭഗവാൻ പറയാം. ഇങ്ങനെ ജീവിക്കുമ്പോഴേ കർമ്മവാസനകൾ ക്ഷയിക്കുന്നുള്ളൂ. നമ്മളിപ്പം പൂജ ചെയ്യുമ്പോൾ കർപ്പൂരം കത്തിച്ച് ആരതി കാണിക്കും. കർപ്പൂര ആരതി അല്ലേ? കർപ്പൂരാരതി കാണിക്കുന്നത് എന്തിനാണ്? കർപ്പൂരം ഘനീഭവിച്ച കർമ്മവാസനകളുടെ പ്രതീകമാണ്. നമ്മളുടെ കർമ്മവാസനകളുടെ പ്രതീകമാണ് കർപ്പൂരം. അത് ജ്ഞാനാഗ്നിയിൽ ദഹിക്കണം. ജ്ഞാനാഗ്നി ദൈവമാണ്. അപ്പോൾ അത് ദൈവത്തിൽ ലയിക്കണം പൂർണ്ണമായിട്ട്. ആ ജ്ഞാനാഗ്നിയിൽ കർപ്പൂരം കത്തിക്കുമ്പോൾ ഒന്നും അവശേഷിക്കുന്നില്ല, നല്ല കർപ്പൂരമാണെങ്കിൽ. അപ്പോൾ അതുപോലെ പൂർണ്ണമായി ദഹിച്ചു പോകണം, ഒന്നും ബാക്കി വരാൻ പാടില്ല. കർമ്മവാസനകൾ പൂർണ്ണമായി ദഹിക്കുന്നതിൻ്റെ പ്രതീകമാണ് കർപ്പൂരാരതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഒക്കെ കർപ്പൂരം കത്തിച്ച ദൈവത്തിന് സന്തോഷമല്ല. ഓം കർപ്പൂര ധൂപ പരിമള പ്രിയനേ നമ്മൾ ശരണമൊക്കെ വിളിക്കും. അത് കേട്ടാൽ തോന്നും അയ്യപ്പസ്വാമിക്ക് ഇങ്ങനെ കർപ്പൂരത്തിൻ്റെ പുക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഓരോന്ന് പറയുമ്പോഴും അതിൻ്റെ ഉള്ളിൽ എന്തിനാണ് ഇതിനിത്ര പ്രാധാന്യം എന്നും കൂടി നോക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കർപ്പൂരം കത്തിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അതെന്നെ ഓർമ്മിപ്പിക്കുന്നത്. എൻ്റെ കർമ്മവാസനകളെ അറിവിൻ്റെ അഗ്നിയിൽ ദഹിപ്പിക്കേണ്ടതുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണത്. ഇപ്പോൾ രാവിലെ നമ്മൾ കർപ്പൂരം കത്തിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ ഓർമ്മിക്കാനുള്ളത്, എൻ്റെ കർത്തൃത്വങ്ങൾ ഭോക്തൃത്വവും ഇല്ലാതെയാവണം. ഈ ഓർമ്മയിലാണ് നമ്മൾ പോവുക. ഈ തലത്തിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്കാണ് ഇപ്പം പറഞ്ഞത്, ബ്രഹ്മവിദാപ്നോതി പരം. ബ്രഹ്മത്തെ അറിഞ്ഞവൻ എല്ലാം നേടുന്നു. ഇവിടെ മറ്റൊരു ചോദ്യം കൂടി വരാനുണ്ട്. എല്ലാ കാലത്തും മനുഷ്യനെ ചിന്തിപ്പിച്ചതും മനുഷ്യൻ ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്നതുമായൊരു ചോദ്യമുണ്ട്. അത് മനുഷ്യൻ എന്തിനാണ് ജനിച്ചത്? ഞാൻ എന്തിനാണ് ജനിച്ചത്? ഇതാണ് ഈ ചോദ്യം. ഇതെല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ ചിലർ ഞാൻ എന്തിനാ ജനിച്ചത് അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ വിഷാദം ഡിപ്രഷനൊക്കെ ആയിപ്പോവും. പക്ഷേ ഇതിൻ്റെ ഒരു പർപ്പസ് എന്താണ്? ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ശരീരം പതിക്കുന്നതിന് മുമ്പ് ഇതെവിടെ എത്തണം? ഈ ചോദ്യം ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഇതിൽ പറഞ്ഞത്. ബ്രഹ്മവിദ് ആപ്നോതി പരം. ബ്രഹ്മത്തെ അറിഞ്ഞവൻ എല്ലാം നേടുന്നു. ഓരോ മനുഷ്യൻ്റെയും എല്ലാ കർമ്മത്തിൻ്റെയും പിന്നിലുള്ള ഒരു എന്താ പറയുക പ്രചോദനം, അതിനെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ശാന്തി, ആനന്ദ അന്വേഷണമാണ്. എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നതും ആനന്ദ അന്വേഷണമാണ്. അപ്പം മനുഷ്യൻ ജനിക്കുന്നത് ആനന്ദ അന്വേഷണം, ആത്യന്തികമായ ദുഃഖ നിവൃത്തി. നമ്മുടെ എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും ദുഃഖ നിവൃത്തിയാണ് ലക്ഷ്യം. പക്ഷേ എന്താണ്, ഒരു ദുഃഖം കഴിഞ്ഞു നമ്മൾ ഓക്കെ എന്ന് പറയുമ്പോഴേക്കും അടുത്തത് എന്തെങ്കിലും കയറി വരും. ഇതൊരിക്കലും അവസാനിക്കുന്നില്ല. ആത്യന്തികമായ ദുഃഖ നിവൃത്തി അതെപ്പോഴാണ് കിട്ടുക? അതിനാണ് നമ്മൾ എന്താ പറയുക പണിപ്പെടുന്നത് മുഴുവൻ. ആത്യന്തികമായ ദുഃഖ നിവൃത്തി എപ്പോഴും ആനന്ദം ആയിരിക്കുക. അത് സ്വരൂപത്തിലേക്ക്, ആനന്ദ സ്വരൂപത്തിലേക്ക് എത്തുമ്പോഴാണ് ഉണ്ടാവുക. ആത്യന്തികമായ ദുഃഖ നിവൃത്തി എപ്പോഴാണ് ഉണ്ടാവുക? ആത്മസാക്ഷാത്കാരത്തിലുള്ളൂ. ആത്മസാക്ഷാത്കാരത്തിനാണ് ഈ ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മവുമായിട്ട് താതാത്മ്യമുണ്ടായ ആൾ, അല്ലെങ്കിൽ സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം കിട്ടിയ ആൾ നേടേണ്ടത് നേടി എന്ന് പറഞ്ഞാൽ മനുഷ്യ ജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നേടേണ്ടത് നേടുക. ആത്യന്തികമായ ദുഃഖ നിവൃത്തി അതെപ്പോഴുണ്ടാവും? ആത്മജ്ഞാനത്തിൽ, ആത്മസാക്ഷാത്കാരത്തിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നിച്ച് ചേർത്ത് ചിന്തിച്ചാൽ കിട്ടുന്ന ഉത്തരം മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആത്മസാക്ഷാത്കാരം, മോക്ഷം. ഇതാണ്. ഇത് മനുഷ്യനെ സാധിക്കുള്ളൂ.
അതാണ് ഈ മനുഷ്യജന്മത്തിന് ഇത്രയും പ്രാധാന്യം വരാനുള്ളത്. ഇത്രയും കാര്യങ്ങളെല്ലാം കൂടി പറഞ്ഞ ഒരൊറ്റ സൂത്രവാക്യം, ബ്രഹ്മവിദാപ്നോതി പരം. ബ്രഹ്മത്തെ അറിഞ്ഞവൻ എല്ലാം നേടിക്കഴിഞ്ഞു, ഇനി നേടേണ്ടതായിട്ടൊന്നുമില്ല, പൂർണ്ണം എന്ന അവസ്ഥയിലെത്തി. ഇപ്പം നമ്മൾ ശാന്തി മന്ത്രം ചൊല്ലുമ്പം പൂർണ്ണത്തിൻ്റെ മന്ത്രം ചൊല്ലും അല്ലേ? പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഇതാണ് മന്ത്രം. അപ്പോൾ അതും പൂർണ്ണം ഇതും പൂർണ്ണം എന്ന് പറഞ്ഞാൽ, അതും എന്ന് പറഞ്ഞാൽ ബ്രഹ്മം പൂർണ്ണമാകുന്നു. ഇത് ജീവൻ ഞാൻ, ഇതും പൂർണ്ണമാകുന്നു. ഇതെവിടെ നിന്നുണ്ടായി? ഈ ജീവൻ എവിടെ നിന്നുണ്ടായി? പൂർണ്ണാത് പൂർണ്ണമുദച്യത. ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ ജീവഭാവം ഉണ്ടായത്. പക്ഷേ അതുകൊണ്ട് ബ്രഹ്മത്തിന് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ബ്രഹ്മത്തിൽ നിന്ന് ജീവഭാവം ഉണ്ടായാലും ബ്രഹ്മമായി തന്നെ നിൽക്കുന്നു. ജീവഭാവം അജ്ഞാനമാണ്. അതുകൊണ്ടാണ് ഇതിനെല്ലാം പൂർണ്ണമായിട്ട് കാണണം എന്ന മന്ത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ പൂർണ്ണമാണ്, ബ്രഹ്മം തന്നെയാണ്, അഹം ബ്രഹ്മാസ്മി. ഇതാണ് നമ്മളിപ്പോൾ എത്രയോ പ്രാവശ്യം, ആയിരക്കണക്കിന് പ്രാവശ്യം പൂർണ്ണമത പൂർണ്ണമിതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാണ്. അതൊരു വഴിപാട്, ഒരു ഫോർമാലിറ്റി ചെയ്യുന്ന പോലെയാണ്ട് ചെയ്ത് തീർന്നു പോകും. അസതോമ സദ്ഗമയ എത്ര പ്രാവശ്യം നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. പക്ഷേ ഈ അസത്താകുന്ന ഈ ദേഹത്തിൻ്റെ ഈ അജ്ഞാനത്തിൽ നിന്ന് ഞാൻ ഇതിൻ്റെ സത്ത്, ഇതിൻ്റെ ജീവഭാവത്തിലേക്ക് എത്തി ആത്മഭാവത്തിലേക്ക് ഉയരേണ്ടതുണ്ട്. നമ്മൾ പറയാറില്ല. അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞു അല്ലേ? കായേന വാചാ മനസ്സേന്ദ്രിയാർവ അതൊക്കെ നമ്മൾ ചൊല്ലിയിട്ട് വന്നിട്ട് നാരായണായേതി സമർപ്പയാമി എല്ലാം ഭഗവാന് സമർപ്പിച്ചു പറഞ്ഞു. എവിടെ സമർപ്പിച്ചു? ഞാൻ ചൊല്ലിയ സൂപ്പറായില്ലേ എന്ന് ചോദിക്കും. അത് കഴിഞ്ഞാൽ സമർപ്പണം ഉണ്ടായിട്ടില്ല. രണ്ടാളെ കയ്യടി കിട്ടും, നമ്മൾ ഹാപ്പിയാണ്. സമർപ്പണം ഉണ്ടെങ്കിൽ അതുണ്ടാവില്ല. അപ്പോൾ പറയുന്നത് എന്താ പറഞ്ഞാൽ, നമ്മളുടെ കർമ്മവും നമ്മളുടെ ചിന്തകളും ആദർശം ഇതൊന്നും കൂടി ചേരുന്നില്ല. ഇവിടെയാണ് നമ്മളുടെ പ്രശ്നം. ഇതൊക്കെ ഈ മന്ത്രത്തിനകത്തുണ്ട്. ഇത്രയും പറഞ്ഞതിനകത്ത് നമ്മൾ എവിടേക്കാണ് നമ്മളുടെ ഫോൾട്ട് പറ്റുന്നത്? എന്തുകൊണ്ട് എനിക്ക് ദുഃഖനിവൃത്തി സാധ്യമാകുന്നില്ല? നമ്മൾ ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇതൊക്കെ ചെയ്തു, ദൈവത്തിന് എന്നോട് ഒരു പ്രീതിയില്ല, എന്നും ദുഃഖമാണ്. ദൈവത്തിനല്ല പ്രശ്നം, നമ്മളുടെ മനോഭാവം ശരിയായിട്ടില്ല, സമർപ്പണം ഉണ്ടായിട്ടില്ല, കാണുന്നതെല്ലാം ഈശ്വരനാണ് എന്ന തലത്തിലേക്ക് നമ്മൾ ഉയർന്നില്ല. പുസ്തകത്തിലൊക്കെ നമ്മൾ വായിച്ചു എന്നല്ലാതെ ആ തലത്തിലേക്ക് എത്താൻ ശ്രമിച്ചിട്ടില്ല. ഇതൊക്കെയാണ്. ഇതെല്ലാം ഈ ഒരൊറ്റ വാക്യത്തിൽ ബ്രഹ്മവിദാപ്നോതി പരം. ഇതിനാണ് ഞാൻ പറഞ്ഞത്, ഒരു സിപ്പ് ഫോൾഡർ തുറക്കുന്നത് പോലെ ഓരോന്നോരോന്നെടുത്ത് ഇങ്ങനെ തുറന്ന് മുന്നിൽ വെക്കുമ്പോഴാണ് അയ്യോ ഇതിനകത്ത് ഇത്രയൊക്കെ ഉണ്ടായിരുന്നു സംഭവം. ഇതൊന്നും കാണാതെ പഠിച്ച് പോകാനുള്ളതല്ല, അതും കൂടി ഓർമ്മിക്കാം. ഇത്രയും മനനം ആണ്. ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഇനി പറയാൻ വന്ന മനനം നമ്മൾ ചിന്തിച്ച് ആ തലത്തിലേക്ക് എത്താനുള്ളതാണ്. അപ്പം എപ്പോഴും ഓർമ്മിക്കാനുള്ളത്.